നമ്മൾ മനുഷ്യരെല്ലാവരും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആളുകളാണ്. മാറി വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് മനുഷ്യർ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മളുടെ അപ്ഡേഷൻസ് മാറി വരുന്ന ട്രെൻഡുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. കാരണം നമ്മളൊരു ട്രെൻഡ് മനസ്സിലാക്കാതെ ആണ് ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിന് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏതാണ് അപ്കമിങ് ട്രെൻഡെന്ന് റിസർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊഡക്ഷൻ നടത്താനായിട്ട്. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമാണ് എനിക്കിഷ്ടം, അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ എന്താണ് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കറിയാം പുതിയ ടെക്നോളജികളെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഫാഷൻ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ഒരു ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ വരച്ച് അത് കളറൊക്കെ നമ്മൾ ഡ്രോ ചെയ്ത് അങ്ങനെയായിരുന്നു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കാനും കളർ ചെയ്യാനും തുടങ്ങി. അതേസമയം അതൊരു 2-3 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം വിതിൻ 2 സെക്കൻഡിനുള്ളിൽ 2 മിനിറ്റ്സിനുള്ളിൽ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. AI ടൂളുകൾ വെച്ചിട്ട് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാത്ത തരത്തിൽ AI ടൂൾ വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നമ്മുടെ ബിസിനസ്സിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ടെക്സ്റ്റൈൽ പ്രിൻറ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെക്സ്റ്റൈൽ പ്രിൻറ്റുകൾ നിമിഷ നേരം കൊണ്ടാണ് നമുക്ക് ആ ടൂൾ വെച്ചിട്ട് ചെയ്തിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ടെക്സ്റ്റൈൽ ഇതിനകത്തേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് നമുക്കിനി ഒരു 2026 വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പുതിയ അപ്കമിങ് ട്രെൻഡ്, എന്തൊക്കെയാണ് പുതിയ കളർ തീമുകൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, പുതിയ ഡിസൈൻ പാറ്റേണുകളൊക്കെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പുതിയ കട്ടിങ്ങൊക്കെ വരാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് റിസർച്ച് ആൻഡ് അനാലിസിസ് നടത്തുക. ഇപ്പോൾ ആളുകൾ എന്താണ് കൂടുതലായിട്ടും വെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഓവർ സൈസ്ഡ് കോട്ടുകൾ, ടീഷർട്ടുകൾ, ഓവർ സൈസ്ഡ് ആയിട്ടുള്ള പാൻറ്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇപ്പോൾ കോട്ട് കൺവേർട്ടഡ് ഡ്രസ്സാക്കി ഇടാനൊക്കെയുള്ള തരത്തിലുള്ള കട്ടിങ്ങുകൾ, അങ്ങനെ നിരവധി പാറ്റേണുകളൊക്കെ പുതിയ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു റിസർച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു കോമ്പറ്റീഷൻ ഫീൽഡാണ്. അപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിനെ നമുക്കൊരു അനാലിസിസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇനി അപ്കമിങ് ട്രെൻഡെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഡിസൈനിങ്ങിൻ്റെ രംഗത്തേക്ക് വരുവാണെങ്കിൽ, ഡിസൈൻ പാറ്റേണിൻ്റെ ഒക്കെ വരുവാണെങ്കിൽ അനിമൽസിൻ്റെ പാറ്റേണുകളൊക്കെ കൂടുതലും ഇനി വരാൻ പോകുന്ന 2026 അനിമൽസിൻ്റെ പാറ്റേണുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ പോൾഗ ഡോട്ട്സിൻ്റെ പാറ്റേണുകൾ, പിന്നെ നമ്മൾ കെലഡോസ്കോപ്പിനകത്തോടെ നോക്കുമ്പോൾ കാണുന്ന ഒരുതരം പാറ്റേണുകളുണ്ട്. ആ പാറ്റേണുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു അപ്കമിങ് ട്രെൻഡായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിങ്ങും വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളും ഒക്കെ നമ്മൾ ഈ AI ടൂളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കളർ കോമ്പിനേഷനുകളാണ് നമുക്ക് കിട്ടുന്നത് തന്നെ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ തന്നെ വണ്ടറടിച്ച് പോകും. കാരണം എത്ര പെട്ടെന്നാണ് ഇതൊക്കെ ഒന്ന് കളർ കോമ്പിനേഷനിൽ ഇത് ഡ്രസ്സ് ഡിസൈൻ ചെയ്തു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കി അതിനെ ഒന്ന് നമ്മൾ പഠിച്ചെടുത്ത് അതിനകത്ത് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു ബിസിനസ് സംരംഭം ആണെങ്കിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം എടുത്താലും നമുക്ക് വെറൈറ്റി ഫുഡുകൾ എപ്പോഴും ഒരേ വിഭവം തന്നെ ആയിരിക്കും, പക്ഷേ അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതിനെ കട്ട് ചെയ്യുന്ന രീതി, അങ്ങനെ മിക്സ് ചെയ്യുന്ന രീതി ഒക്കെ ഒരു ഡിഫറൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വെറൈറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും അടുത്ത ഒരു ട്രെൻഡായി മാറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രെൻഡിനനുസരിച്ച് മാറണം. പൂർണ്ണമായും മാറണം എന്നല്ല, നമ്മൾ ട്രെൻഡ് നമ്മളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി എടുത്ത് കളയണമെന്നല്ല, നമ്മുടെ ആ പുതിയ ട്രെൻഡ് എന്താണോ അത് നമ്മുടെ ബിസിനസ്സിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള കാലത്ത് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഒരു ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.